2022 ഒക്ടോബർ മാസം അവസാനിക്കുമ്പോഴേക്കും റഷ്യ യുക്രൈൻ യുദ്ധഭൂമിയിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കഴിഞ്ഞിരുന്നു. യുക്രൈനിലേക്ക് അമേരിക്കയും നാറ്റോ സഖ്യരാജ്യങ്ങളും വൻതോതിൽ ആയുധങ്ങൾ ഒഴുക്കി. യുക്രൈനിലെ റഷ്യൻ അധീനതയിലുള്ള ഖേർസൺ പ്രവിശ്യ ലക്ഷ്യമാക്കി യുക്രൈൻ സൈന്യം ആക്രമണം ആരംഭിച്ചു. അവിടെ ഉണ്ടായിരുന്ന 10,000-കണക്കിന് റഷ്യൻ സൈനികരെ യുക്രൈൻ സേന വളഞ്ഞിട്ട് ആക്രമിച്ചു. ഈ സാഹചര്യത്തിലാണ് വ്ളാഡിമിർ പുടിൻ ലോകത്തെ അമ്പരപ്പിച്ച് ആ തീരുമാനമെടുത്തത്. നവംബർ ആദ്യവാരം റഷ്യൻ സൈന്യത്തോട് ഖേർസൺ നഗരത്തിൽ നിന്നും ഡിനിപ്രോ നദിയുടെ കിഴക്കേക്കരയിലേക്ക് പിന്മാറാൻ പുടിൻ ഉത്തരവിട്ടു. എതിരാളികൾക്ക് മുന്നിൽ പുടിൻ മുട്ടുമടക്കിയെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ വിധിയെഴുതി. റഷ്യയുടെ പരാജയമായി അവരത് ആഘോഷിച്ചു. എന്നാൽ അത് വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുൻപായുള്ള ശാന്തത മാത്രമായിരുന്നു. നവംബർ പകുതിയോടെ യൂറോപ്പിലും യുക്രൈനിലും കൊടും തണുപ്പ് പടർന്നു പിടിച്ചതോടെ പുടിൻ ജനറൽ വിന്റർ എന്ന റഷ്യയുടെ പരമ്പരാഗത ശൈത്യകാല യുദ്ധതന്ത്രത്തിന് തുടക്കമിട്ടു. റഷ്യയെ ആക്രമിക്കാൻ വന്ന വിദേശ സൈന്യങ്ങളെ പ്രദേശത്തെ അതികഠിനമായ ശൈത്യകാലവും വന്യമായ ഭൂപ്രകൃതിയും ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന പ്രതിരോധ തന്ത്രമാണ് ജനറൽ വിന്റർ. ശൈത്യം കടുത്തതോടെ റഷ്യൻ മിസൈലുകൾ അതിവേഗം യുക്രൈന്റെ ഊർജ്ജ ശൃംഖലകളെയും പവർ പ്ലാന്റുകളെയും ലക്ഷ്യമാക്കി പായാൻ തുടങ്ങി. യുക്രൈൻ തലസ്ഥാനമായ കീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾ പൂർണ്ണമായും ഇരുട്ടിലായി. ഹീറ്റിംഗ് സംവിധാനങ്ങളില്ലാതെ യുക്രൈൻ ജനതയും സൈന്യവും തണുത്തു വിറച്ചു. അതേസമയം റഷ്യയെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ നോക്കിയ യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങൾ തന്നെ കുഴിച്ച കുഴിയിൽ വീഴുന്ന കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷിയായത്. ജർമ്മനിയിലേക്കുള്ള റഷ്യൻ പ്രകൃതിവാതക പൈപ്പ് ലൈനായ നോർഡ് സ്ട്രീം സ്ഫോടനത്തിൽ തകർന്നതോടെ യൂറോപ്പിലെ ഇന്ധനവില കുതിച്ചുയർന്നു. റഷ്യയെ ഉപരോധിച്ച യൂറോപ്യൻ രാജ്യങ്ങളിലെ ഫാക്ടറികളിൽ പലതും പൂട്ടിപ്പോവുകയും കനത്ത സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെടുകയും ചെയ്തു. തകർന്നടിയുമെന്ന് അമേരിക്ക പ്രവചിച്ച റഷ്യൻ കറൻസിയായ റൂബിൾ ആ വർഷം ലോകത്തിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവച്ചു. അതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ പുടിനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ മൂർച്ചയേറിയ മറ്റൊരായുധം പുറത്തെടുത്തു: പ്രൈസ് ക്യാപ്പ്. റഷ്യൻ എണ്ണ വാങ്ങാനായി ഒരു നിശ്ചിത തുകയിൽ കൂടുതൽ ഉപയോഗിക്കരുതെന്ന് അമേരിക്കയും G7 രാജ്യങ്ങളും തീരുമാനിച്ചു. റഷ്യൻ എണ്ണയുടെ വില ബാരലിന് $60 മുകളിൽ പോകരുതെന്നായിരുന്നു പാശ്ചാത്യരുടെ കൽപ്പന. ഇതിലും ഉയർന്ന വിലയ്ക്ക് എണ്ണ വിറ്റാൽ റഷ്യൻ കപ്പലുകൾക്ക് അന്താരാഷ്ട്ര ഇൻഷുറൻസോ സർവീസോ നൽകില്ലെന്ന് അമേരിക്കയും G7 രാജ്യങ്ങളും പ്രഖ്യാപിച്ചു. റഷ്യൻ സമ്പദ്വ്യവസ്ഥയുടെ ജീവരക്തം എണ്ണവാതക കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില $80-90 നിൽക്കുമ്പോൾ റഷ്യ അത് $60 താഴെ വിൽക്കാൻ നിർബന്ധിതരായാൽ യുദ്ധച്ചെലവുകളെയും ആഭ്യന്തര വികസനങ്ങളെയും അത് നേരിട്ട് ബാധിക്കും. വരുമാനം കുറയുന്നത് വഴി റഷ്യൻ റൂബിളിന്റെ മൂല്യമിടിയാനും രാജ്യം കടുത്ത പണപ്പെരുപ്പത്തിലേക്ക് പോകാനും ഇത് കാരണമാകും. ലോകത്തിലെ 90% കടൽ മാർഗമുള്ള എണ്ണക്കപ്പലുകൾക്കും ഇൻഷുറൻസ് നൽകുന്നത് UK, യൂറോപ്പ് എന്നിവിടങ്ങളിലെ കമ്പനികളാണ്. അവർ ഇൻഷുറൻസോ സർവീസോ നൽകാതിരുന്നാൽ റഷ്യൻ എണ്ണയുടെ ആഗോള വിതരണ ശൃംഖല പൂർണ്ണമായി നിശ്ചലമാകും. എണ്ണ കൊണ്ടുപോകാൻ കപ്പലുകളില്ലാതെ വന്നാൽ റഷ്യയിലെ എണ്ണയുൽപാദന കേന്ദ്രങ്ങൾ അടച്ചു പൂട്ടേണ്ടി വരും. പക്ഷെ അപ്പോഴേക്കും വ്ളാഡിമിർ പുടിന്റെ ഉള്ളിലെ മുൻ KGB ചാരന്റെ തലച്ചോറുണർന്നു. പിന്നീട് അങ്ങോട്ടരങ്ങേറിയത് സിനിമാ കഥകളെപ്പോലും വെല്ലുന്ന കള്ളക്കടത്ത് തന്ത്രമാണ്. പാശ്ചാത്യരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ക്രെംലിൻ കൊട്ടാരത്തിലിരുന്ന് പുടിൻ ഒരു രഹസ്യ ദൗത്യത്തിന് തുടക്കമിട്ടു: ഓപ്പറേഷൻ ഷാഡോ ഫ്ലീറ്റ്. ആരുമറിയാതെ ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള കടലാസ് കമ്പനികൾ വഴി റഷ്യ 100 കണക്കിന് പഴയ ഓയിൽ ടാങ്കർ കപ്പലുകൾ രഹസ്യമായി വിലയ്ക്ക് വാങ്ങി. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ
ദുബായിലും സിംഗപ്പൂരിലും ഹോങ്കോങ്ങിലുമുള്ള അജ്ഞാതരായ വ്യാപാരികളുടെ പേരിലായിരുന്നു കപ്പലുകൾ രജിസ്റ്റർ ചെയ്തത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അവർ കപ്പലുകളിൽ ലൈബീരിയ, പനാമ, ഗാബോൺ തുടങ്ങിയ കുഞ്ഞു രാജ്യങ്ങളുടെ പതാകകൾ പറത്തി. റഷ്യൻ തുറമുഖങ്ങളിൽ നിന്ന് എണ്ണ കയറ്റുന്ന ആ ചെറിയ കപ്പലുകൾ നേരെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാറില്ല. അവ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെയോ മെഡിറ്ററേനിയൻ കടലിന്റെയോ മധ്യത്തിൽ വെച്ച് മറ്റൊരു വലിയ അന്താരാഷ്ട്ര കപ്പലിലേക്ക് എണ്ണ മാറ്റും. ഇതിലൂടെ എണ്ണ വരുന്നത് റഷ്യയിൽ നിന്നാണെന്ന ഒറിജിനൽ ട്രാക്ക് നഷ്ടപ്പെടും. കൂടാതെ അന്താരാഷ്ട്ര നിയമപ്രകാരം എല്ലാ വലിയ കപ്പലുകളും സ്ഥാനം വ്യക്തമാക്കുന്ന ഓട്ടോമാറ്റിക് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം എപ്പോഴും ഓൺ ചെയ്തു വയ്ക്കണം. എന്നാൽ റഷ്യൻ എണ്ണയുമായി പോകുന്ന ഈ രഹസ്യ കപ്പലുകൾ പാതി വഴിയിൽ വെച്ച് ഈ സിസ്റ്റം ഓഫ് ചെയ്യും. അതോടെ റഡാറുകളിൽ നിന്ന് ഈ കപ്പലുകൾ അപ്രത്യക്ഷമാകും. അങ്ങനെ ഷാഡോ ഫ്ലീറ്റിലൂടെ പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടന്നുകൊണ്ട് റഷ്യയ്ക്ക് വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നു. ആ എണ്ണപ്പണം പുട്ടിന് കൃത്യമായ ബാക്കപ്പ് നൽകി. അത്യാധുനിക ആയുധങ്ങളുടെ നിർമ്മാണത്തിനും സൈനികർക്കുള്ള ശമ്പളത്തിനും ഈ തുക റഷ്യ തടസ്സമില്ലാതെ ഉപയോഗിച്ചു. ഷാഡോ ഫ്ലീറ്റ് വഴി റഷ്യ ഇന്ത്യക്കും ചൈനയ്ക്കും ചെറിയ ഡിസ്കൗണ്ടിൽ എണ്ണ വിറ്റപ്പോഴും അത് പാശ്ചാത്യർ നിശ്ചയിച്ച $60 പ്രൈസ് ക്യാപിറ്റലിനേക്കാൾ വളരെ കൂടുതലായിരുന്നു. 2022 മാത്രം എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയിലൂടെ റഷ്യയുടെ വരുമാനം ഏകദേശം $380 ബില്യൺ ഉയർന്നു. ഇത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 28% അധികമായിരുന്നു. ഏഷ്യയിലെ വൻശക്തികളായ ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളുമായി റഷ്യ കൂടുതൽ അടുത്തു. അമേരിക്കയുടെ കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും ദേശീയ താൽപര്യം മുൻനിർത്തി ഇന്ത്യ റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങി. ഇതിലൂടെ പാശ്ചാത്യ ശക്തികൾക്ക് ലോകവേദിയിൽ റഷ്യയെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് പുടിൻ തെളിയിച്ചു. മാത്രമല്ല, ഡോളറിന് പകരം പ്രാദേശിക കറൻസികളിൽ വ്യാപാരം നടത്താൻ പുടിൻ സൗകര്യമൊരുക്കി. റഷ്യയിൽ നിന്നും സമുദ്രങ്ങൾ താണ്ടി ഷാഡോ ഫ്ലീറ്റ് വഴിയെത്തിയ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെ ഭീമാകാരമായ റിഫൈനറികളിലേക്ക് ഒഴുകി. ഇവിടെയാണ് പുടിന്റെ തന്ത്രം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. ഇന്ത്യ ആ എണ്ണ വാങ്ങി ശുദ്ധീകരിച്ച് പെട്രോളും ഡീസലുമാക്കി മാറ്റി. എന്നിട്ട് അത് യൂറോപ്പിലേക്ക് ഉയർന്ന വിലയ്ക്ക് മറിച്ചുവിറ്റു. റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പുടിനെതിരെ പ്രസംഗിച്ച അതേ രാജ്യങ്ങൾ ഇന്ത്യ വഴി ശുദ്ധീകരിച്ചുവെന്ന ഇതേ എണ്ണ ഉയർന്ന വില നൽകി തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ക്യൂ നിന്നു. മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനെ ഓയിൽ ലോണ്ടറിംഗ് പ്രോസസ് അഥവാ എണ്ണ വെളുപ്പിക്കൽ എന്ന് വിളിച്ചു. യൂറോപ്പിന് റഷ്യൻ എണ്ണ നേരിട്ട് വാങ്ങാൻ കഴിയില്ല. കാരണം അത് അവരുടെ നിലപാടിന് വിരുദ്ധമാണ്. എന്നാൽ റഷ്യൻ എണ്ണയില്ലാതെ അവർക്ക് നിലനിൽപ്പുമില്ലായിരുന്നു. റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെത്തി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര നിയമപ്രകാരം അതിന്റെ ഉത്ഭവരാജ്യം റഷ്യയല്ല, ഇന്ത്യയാണ്. അങ്ങനെ ആ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ റഷ്യയും ഇന്ത്യയും തങ്ങൾക്കനുകൂലമാക്കി മാറ്റി. ഇന്ത്യയെ ഒരു തന്ത്രപ്രധാനമായ വലിയ വിപണിയാക്കി മാറ്റിക്കൊണ്ട് യൂറോപ്പിന് പരോക്ഷമായി ആവശ്യമായ ഊർജം റഷ്യൻ ഇന്ധനത്തിലൂടെ തന്നെ ലഭ്യമാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ ഇതിലൂടെ പുടിന്റെ സാമ്പത്തിക കരുനീക്കങ്ങൾക്ക് കഴിഞ്ഞു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 2022 ഡിസംബർ 31. ലോകമെമ്പാടുമുള്ള മനുഷ്യർ പുതുവത്സരത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുന്ന തിരക്കിലായിരുന്നു. റഷ്യൻ ദേശീയവാദികൾ അപ്പോഴും ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിലായിരുന്നു.
പ്രസിഡന്റിന്റെ പരമ്പരാഗത പുതുവത്സര സന്ദേശത്തിനായി കാത്തിരിക്കുകയാണവർ. 2 പതിറ്റാണ്ടുകളായി മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിന്റെ ചുവന്ന ചുവരുകളെ പശ്ചാത്തലമാക്കിയാണ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യാറുള്ളത്. എന്നാൽ പതിവുകൾ തെറ്റിച്ചുകൊണ്ട് അന്ന് സ്ക്രീനിൽ തെളിഞ്ഞത് അത്യന്തം സിനിമാറ്റിക്കായ ഒരു വിഷ്വലായിരുന്നു. മോസ്കോ. സമയം രാത്രി 11:50. റഷ്യയിലെ എല്ലാ പ്രധാന ടെലിവിഷൻ ചാനലുകളിലും ഒരേ സമയം ആ ദൃശ്യം തെളിഞ്ഞു. പതിവ് കൊട്ടാരത്തിന്റെ പശ്ചാത്തലമല്ലേ അത്. തീക്ഷ്ണമായ കണ്ണുകളുമായി കറുത്ത കോട്ടണിഞ്ഞ് അതീവ ഗൗരവത്തിൽ സാക്ഷാൽ പുടിൻ. അദ്ദേഹത്തിന് പിന്നിൽ കൃത്യമായ അച്ചടക്കത്തോടെ കൽപ്രതിമകളെപ്പോലെ ആൺപെൺ വ്യത്യാസമില്ലാതെ റഷ്യൻ സൈനികർ. അവരെ സാക്ഷി നിർത്തി ക്യാമറയുടെ ലെൻസിലേക്ക് നോക്കി പുടിൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ വാക്കുകളിൽ നയതന്ത്രത്തിന്റെ മര്യാദകളില്ലായിരുന്നു. പകരം പോരാട്ടത്തിന്റെ ചൂടായിരുന്നു. നമ്മുടെ മാതൃരാജ്യത്തിന്റെ പരമാധികാരവും ഭാവിയും സംരക്ഷിക്കാനുള്ള ജീവൻ മരണ പോരാട്ടമാണിത്. പാശ്ചാത്യ ശക്തികൾ സമാധാനത്തെക്കുറിച്ച് കള്ളം പറയുകയായിരുന്നു. റഷ്യയെ തകർക്കാനും ദുർബലപ്പെടുത്താനും അവർ യുക്രൈനെയും അവിടുത്തെ ജനങ്ങളെയും ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണ്. എന്നാൽ നമ്മൾ ആർക്കു മുന്നിലും മുട്ടുമടക്കില്ല. നമ്മൾ ഒന്നിച്ചു മുന്നോട്ടു പോകും. നമ്മുടെ കുടുംബത്തിനു വേണ്ടിയും മാതൃരാജ്യത്തിനു വേണ്ടിയും. 9 മിനിറ്റ് നീണ്ടുനിന്ന ആ സംഭാഷണം കേട്ട് റഷ്യൻ ജനത ദേശീയ ബോധത്താൽ ആർത്തു വിളിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഈ പുതുവത്സര പ്രസംഗത്തിലൂടെ വ്ളാഡിമിർ പുടിൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ സകല പ്രൊപ്പഗാൻഡകളെയും വെട്ടിനിരത്തി. റഷ്യൻ ജനതയുടെ ഉള്ളിൽ ദേശീയ വികാരത്തിന്റെ തീപ്പൊരി പടർത്താനും തനിക്കെതിരെ ഉപരോധങ്ങളുമായി ഉപജാപം നടത്തുന്ന പാശ്ചാത്യ ലോകത്തിന് താൻ തോൽക്കാൻ തയ്യാറല്ലെന്ന സന്ദേശം നൽകാനുമുള്ള പുടിന്റെ നയതന്ത്ര സൈനിക നീക്കമായിരുന്നു ആ പുതുവത്സര പ്രസംഗം. പുതുവത്സര പ്രസംഗത്തിന്റെ ആവേശം അടങ്ങുന്നതിനു മുൻപ് തന്നെ പുടിൻ തന്റെ സൈനിക നീക്കങ്ങൾക്ക് പുതിയൊരു ഭാവം നൽകി. യുക്രൈന്റെ കിഴക്കൻ അതിർത്തികളിൽ നാറ്റോ സഖ്യം പടുത്തുയർത്തിയ കോട്ടകൾ ഓരോന്നായി തകർക്കാൻ പുടിനൊരു പുതിയ തന്ത്രം മെനഞ്ഞു. പതിവ് റഷ്യൻ സൈന്യത്തിനു പകരം വാഗ്നർ ഗ്രൂപ്പ് എന്ന പ്രൈവറ്റ് മിലിറ്ററി കമ്പനിയെ അദ്ദേഹം യുദ്ധഭൂമിയുടെ മുൻനിരയിലേക്ക് നിയോഗിച്ചു. ഔദ്യോഗികമായി റഷ്യൻ ഗവൺമെന്റിന്റെ ഭാഗമല്ലാത്ത, എന്നാൽ ക്രെംലിൻ കൊട്ടാരത്തിന്റെ നിഗൂഢ താൽപര്യങ്ങൾക്കു വേണ്ടി ലോകമെമ്പാടും ചോരപ്പുഴയൊഴുക്കിയ ഒരു സ്വകാര്യ മിലിറ്ററി കമ്പനിയാണത്. 2014 റഷ്യ ക്രിമിയ പിടിച്ചെടുക്കുന്ന സമയത്താണ് വാഗ്നർ എന്ന പേര് ലോകമാദ്യമായി കേൾക്കുന്നത്. ഈ നിഗൂഢ സൈന്യത്തിന് പിന്നിൽ 2 പ്രധാന തലച്ചോറുകളുണ്ടായിരുന്നു. ഒന്നാമത്തേത് റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസിലെ മുൻ സ്പെഷ്യൽ ഫോഴ്സ് ഉദ്യോഗസ്ഥനായ ദിമിത്രി ഉത്കിൻ. രണ്ടാമത്തേത് ലോകമാധ്യമങ്ങൾ പുടിന്റെ ഷെഫ് എന്ന് വിളിച്ച യെവ്ഗനി പ്രിഗോഷിൻ. 2022 അവസാന മാസങ്ങളിൽ യുക്രൈൻ യുദ്ധഭൂമിയിൽ റഷ്യൻ സൈനികരുടെ കുറവ് നികത്താൻ പുടിൻ പ്രിഗോഷിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി. യെവ്ഗനി പ്രിഗോഷിൻ നേരെ ചെന്നത് റഷ്യയിലെ ജയിൽ മുറികളിലേക്കാണ്. കൊലപാതകികളും കൊള്ളക്കാരും ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികളെ സാക്ഷി നിർത്തി അയാൾ പ്രഖ്യാപിച്ചു, 6 മാസം വാഗ്നർ സേനയുടെ മുൻനിരയിൽ നിന്ന് പോരാടിയാൽ നിങ്ങൾക്ക് പൂർണ്ണ മോചനം. യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയാൽ വധശിക്ഷ. മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തെക്കാൾ തടവുകാർക്ക് മുന്നിൽ തെളിഞ്ഞത് സ്വാതന്ത്ര്യത്തിന്റെ വാതിലായിരുന്നു. തുടർന്ന് 10,000-കണക്കിന് കുറ്റവാളികളാണ് വാഗ്നർ പടയുടെ ഭാഗമായി മാറിയത്. മരണത്തെ ഭയമില്ലാത്ത, നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത സേന. 2023 ജനുവരി ആദ്യവാരങ്ങളിൽ പുടിൻ ആ സൈന്യത്തെ യുക്രൈന്റെ തന്ത്രപ്രധാനമായ ലവണഖനന നഗരമായ സോലേദാർ ലക്ഷ്യമാക്കി തുറന്നുവിട്ടു. -ഡിഗ്രി താപനിലയുള്ള കൊടും തണുപ്പിൽ സോലേദാറിന്റെ തെരുവുകളിൽ ചോരപ്പുഴയൊഴുകി. ഒടുവിൽ
ഒടുവിൽ ജനുവരി പകുതിയോടെ സോലേദാർ പൂർണ്ണമായും വാഗ്നർ പട കീഴടക്കി. സോലേദാർ പിടിച്ചെടുത്തതിന് പിന്നാലെ യുക്രൈൻ യുദ്ധത്തിലെ ഏറ്റവും സംഘർഷഭരിതവും ദീർഘമേറിയതുമായ പോരാട്ടത്തിന് വ്ളാഡിമിർ പുടിൻ കളം വരച്ചു. ബാഖ്മുത്ത് യുദ്ധം. യുക്രൈൻ സൈന്യത്തിന്റെ കിഴക്കൻ പ്രതിരോധത്തിന്റെ ആത്മാവായിരുന്നു ബാഖ്മുത്ത് നഗരം. കിഴക്കൻ യുക്രൈനിലെ പല പ്രമുഖ റോഡുകളും റെയിൽവേ പാതകളും കൂടിച്ചേരുന്ന ഒരു പ്രധാന ജംഗ്ഷനായിരുന്നു അത്. ആ നഗരം തകർന്നാൽ യുക്രൈന്റെ പ്രതിരോധ നിരകൾ തകരുകയും റഷ്യൻ സൈന്യത്തിന് അടുത്തുള്ള വലിയ നഗരങ്ങളായ ക്രാമാറ്റോസ്, സ്ലോവാൻസ്ക് എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ ഇരച്ചു കയറാൻ കഴിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റഷ്യയെ തടഞ്ഞു നിർത്താൻ യുക്രൈന് ആ കോട്ട കാക്കേണ്ടത് അനിവാര്യമായിരുന്നു. ആ നഗരത്തെ ഒരു കെണിയാക്കി മാറ്റാനായിരുന്നു പുടിന്റെ പദ്ധതി. സൈനിക ചരിത്രത്തിൽ ആ നീക്കത്തെ ബാഖ്മുത്ത് മീറ്റ് ഗ്രൈൻഡർ അഥവാ മനുഷ്യമാംസമരിയുന്ന കശാപ്പുശാല എന്ന് വിശേഷിപ്പിക്കപ്പെട്ടു. നഗരം കൈവിട്ടു പോയാൽ അത് തങ്ങളുടെ വലിയ തകർച്ചയാകുമെന്ന് ഭയന്ന യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഏറ്റവും മികച്ച പോരാളികളെയും റിസർവ് സൈന്യത്തെയും ബാഖ്മുത്തിലേക്ക് വീണ്ടും വീണ്ടും അയച്ചുകൊണ്ടിരുന്നു. പുടിൻ ലക്ഷ്യമിട്ടതും അതുതന്നെയായിരുന്നു. നഗരം പിടിച്ചെടുക്കുക എന്നതിലുപരി യുക്രൈന്റെ ആകെ സൈനിക ശേഷിയെ അവിടെയിട്ട് കൊന്നു തീർക്കുക എന്നതായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ ഉദ്ദേശം. ദിവസേന നൂറുകണക്കിന് യുക്രൈൻ സൈനികരാണ് ബാഖ്മുത്തിന്റെ തെരുവുകളിൽ റഷ്യൻ ആർട്ടിലറിക്ക് മുന്നിൽ പിടഞ്ഞു വീണത്. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ലെപ്പേർഡ് ടാങ്കുകളും അത്യാധുനിക ആയുധങ്ങളും ബാഖ്മുത്തിലെ ചെളിയിലും മഞ്ഞിലും പുതഞ്ഞുകിടന്നു. മാസങ്ങൾ നീണ്ട ആ ചോരക്കളിക്കൊടുവിൽ ബാഖ്മുത്ത് പൂർണ്ണമായും റഷ്യൻ നിയന്ത്രണത്തിലായി. യുദ്ധതന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്ന് കണ്ടതോടെ പാശ്ചാത്യ രാജ്യങ്ങൾ പുടിനെ വ്യക്തിപരമായി തളർത്താൻ അന്താരാഷ്ട്ര സ്വാധീനം ഉപയോഗിച്ചു. 2023 മാർച്ച് 17 നെതർലാൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വ്ളാഡിമിർ പുടിനെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. യുക്രൈനിലെ കുട്ടികളെ നിയമവിരുദ്ധമായി റഷ്യയിലേക്ക് കടത്തിയെന്നതായിരുന്നു കുറ്റം. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിൽ സ്ഥിരാംഗത്വമുള്ള ആണവായുധ ശേഷിയുള്ള ഒരു രാജ്യത്തിന്റെ തലവനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത്തരത്തിലൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നത് ആദ്യമായാണ്. വാഷിംഗ്ടണിലും ലണ്ടനിലും മാധ്യമങ്ങൾ വലിയ ആഘോഷങ്ങൾ തുടങ്ങി. പുടിൻ ഇനി റഷ്യയ്ക്ക് പുറത്തിറങ്ങില്ലെന്ന് അവർ വിധിയെഴുതി. എന്നാൽ ഈ വാർത്ത കേട്ട പുടിൻ ക്രെംലിൻ കൊട്ടാരത്തിലിരുന്ന് ചിരിക്കുകയായിരുന്നു. റോം ചാർട്ടറിൽ ഒപ്പുവയ്ക്കാത്തതിനാൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ അധികാരപരിധി റഷ്യ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വാറണ്ടിനെ വേസ്റ്റ് പേപ്പർ എന്നാണ് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖറോവ വിശേഷിപ്പിച്ചത്. അറസ്റ്റ് വാറണ്ട് വന്ന് കൃത്യം 2-ാം ദിവസം, അതായത് 2023 മാർച്ച് 19 യുക്രൈനിലെ മരിയൂപോൾ നഗരത്തിലേക്ക് യാതൊരു മുൻകൂർ അറിയിപ്പുമില്ലാതെ പുടിൻ നേരിട്ടെത്തി. സകല സുരക്ഷാ പ്രോട്ടോക്കോളുകളും കാറ്റിൽ പറത്തിക്കൊണ്ട് അർദ്ധരാത്രിയിൽ ഒരു കറുത്ത SUV കാർ സ്വയം ഓടിച്ചുകൊണ്ടാണ് പുടിൻ താൻ പിടിച്ചെടുത്ത മരിയൂപോൾ നഗരത്തിന്റെ തെരുവുകളിലൂടെ സഞ്ചരിച്ചത്. അവിടെ റഷ്യ പുതുതായി പണിതുയർത്തിയ ഫ്ളാറ്റുകളിലെ താമസക്കാരെ അർദ്ധരാത്രിയിൽ തന്നെ കണ്ട് അദ്ദേഹം സംസാരിച്ചു. എന്ത് പ്രതികൂല സാഹചര്യമായാലും താൻ റഷ്യയ്ക്കൊപ്പമുണ്ടാകുമെന്ന് തന്റെ ജനതയ്ക്ക് പുടിൻ ഉറപ്പുകൊടുത്തു. കടലിലെ നിഴൽ കപ്പലുകളും യുദ്ധഭൂമിയിലെ തന്റെടുത്തവും നയതന്ത്രവേദികളിലെ ചതുരംഗ കളികളും കൊണ്ട് വ്ളാഡിമിർ പുടിൻ എന്ന മുൻ സോവിയറ്റ് ചാരൻ ലോക സാമ്രാജ്യത്തിന്റെ സിംഹാസനങ്ങളെ ഒന്നിനു പുറകെ ഒന്നായി തകർക്കുകയായിരുന്നു. ഉപരോധങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ റഷ്യയെ തളർത്താൻ കഴിയില്ലെന്ന് പുടിൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരുന്നു. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള
ഏകധ്രുവ ലോകക്രമത്തിന് പുടിൻ എന്ന ഒറ്റ മനുഷ്യൻ അന്ത്യം കുറിക്കുകയാണെന്ന് റഷ്യൻ മാധ്യമങ്ങൾ പാടിപ്പുകഴ്ത്തി.